മെക്സവൻ എന്ന പേരിൽ വടക്കൻ ജില്ലകളിൽ വ്യാപിച്ച കായിക പരിശീലനത്തിന് പിന്നിൽ മതഭീകര സംഘടനകൾ ഉണ്ടെന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസി എത്തുന്നു. മൾട്ടി എക്സൈസ് കോമ്പിനേഷൻ എന്ന പേരിലാണ് ഈ വ്യായാമ പരിശീലനം മുസ്ലിം ഭൂരിപക്ഷ കേന്ദ്രങ്ങളിൽ വ്യാപിച്ചത്. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലടക്കം ഇതിന്റെ പരിശീലനം നടക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി, നിരോധിത പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ സംഘടനകളുടെ പിൻബലത്തോടെയാണ് ഇതെന്നാണ് പുറത്തുവരുന്ന വിവരം. കൂടാതെ മെക്സവൻ വ്യായാമ കൂട്ടായ്മയ്ക്ക് പിന്നിൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളാണെന്ന് CPM ആരോപിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് മെക്സവനെ കുറിച്ചുള്ള വിവരങ്ങൾ കേന്ദ്ര ഏജൻസികൾ തേടുന്നത്. PFI നിരോധനത്തെ എതിർത്ത പാർട്ടിയാണ് CPM. അന്ന് കേരളത്തിൽ നടക്കുന്ന കോലാഹലങ്ങൾ രാജ്യമൊട്ടാകെ ചർച്ചയായതാണ്. PFIക്കെതിരെ ഒരക്ഷരം പോലും ഉരിയാടാത്ത പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി നടത്തിയ ആരോപണം അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്ര ഏജൻസികൾ നിരീക്ഷിക്കുന്നത്. മെക്സവിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എന്നും ഇവരുടെ ചതിയിൽ സുന്നി വിശ്വാസികൾ പെട്ടുപോകരുതെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മെക്സവൻ എന്നറിയപ്പെടുന്ന മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ വ്യായാമത്തിനെതിരെ ഒരു വിഭാഗം സുന്നി നേതാക്കളാണ് രംഗത്തെത്തിയത്. അതേസമയം മെക്സവൻ വ്യായാമ മുറ അഭ്യസിക്കാൻ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനാണ് തന്നെ കൊണ്ടുപോയതെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് പറഞ്ഞു. മെക്സവൻ വ്യായാമം PK കുഞ്ഞാലിക്കുട്ടി ചെയ്യുന്നതിന്റെ വീഡിയോയും താൻ കണ്ടതാണ്. പ്രോത്സാഹിപ്പിക്കേണ്ട വ്യായാമ മുറയാണെന്നാണ് തന്റെ അഭിപ്രായം. എന്നാൽ SDPIക്ക് മെക്സവനുമായി ബന്ധമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും മെക്സവനിൽ പങ്കെടുക്കുന്നുണ്ടെന്നും CPA ലത്തീഫ് കോഴിക്കോട് പറഞ്ഞു. അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവരും കൂട്ടായ്മയിൽ ഉണ്ടെന്നും മെക്സവൻ അധികൃതരുടെ വിശദീകരണവും പുറത്തുവന്നു. മെക്സവൻ കൂട്ടായ്മയ്ക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയോ പോപ്പുലർ ഫ്രണ്ടോ അല്ലെന്ന് മെക്സവൻ കൂട്ടായ്മ കാലിക്കറ്റ് ചീഫ് കോർഡിനേറ്റർ TPM ഷാഹിർ അലി വ്യക്തമാക്കി. ആരോഗ്യ സംരക്ഷണത്തിന് 21 മിനിറ്റ് നീണ്ടുനിന്ന വ്യായാമ പദ്ധതിയാണ് മെക്സവൻ. മലപ്പുറം താലൂക്കിലെ മുൻ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന ക്യാപ്റ്റൻ സൊലഹുദ്ദീനാണ് മെക്സവന് നേതൃത്വം നൽകുന്നത്. 2 വർഷത്തിനിടയിൽ വിവിധ ജില്ലകളിലായി 1000-ലധികം യൂണിറ്റുകൾ ആരംഭിച്ചതാണ് ഇതിന് പിന്നിൽ മതമൗലികവാദ സംഘടനകൾ ഉണ്ടെന്ന ആശയത്തിന് ആക്കം കൂട്ടിയത്. 7 വിഭാഗങ്ങളിലായി 22 മിനിറ്റ് ശാരീരിക വ്യായാമമാണ് പ്രധാന ഉള്ളടക്കം. 7 വിഭാഗങ്ങളിലായി 22 മിനിറ്റ് ശാരീരിക വ്യായാമമാണ് പ്രധാന ഉള്ളടക്കം. പങ്കെടുക്കുന്നവർക്ക് പ്രത്യേക യൂണിഫോമുമുണ്ട്. പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചാണ് ഇതിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത്. ഈ കൂട്ടായ്മയ്ക്ക് ആശംസ നേർന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് കത്തയച്ചിട്ടുമുണ്ട്. കൂട്ടായ്മ വ്യാപിപ്പിക്കണമെന്ന് മുഹമ്മദ് റിയാസ് തങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ചീഫ് കോർഡിനേറ്റർ TPM ഹാഷിർ അലി പറഞ്ഞു. മെക്സവന്റെ കോഴിക്കോട് നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തത് മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിലാണ്. കോഴിക്കോട് മേയർ ബീന ഫിലിപ്പും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. മെക്സവൻ കൂട്ടായ്മയിൽ CPM നേതാക്കളുമുണ്ട്. CPM വ്യായാമം നടത്തുന്നവരുടെ കൂട്ടായ്മ സമാന്തരമായി സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നുണ്ടെന്നും അതുകൊണ്ടാകാം ഇതിനെ എതിർക്കുന്നതെന്നും TPM ഷാഹിർ അലി പറഞ്ഞു. നിയമവിരുദ്ധ പ്രവർത്തനം ഉണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കട്ടെ എന്നും ഷാഹിർ അലി പറഞ്ഞു. മന്ത്രി മുഹമ്മദ് റിയാസ് അയച്ച കത്തും മേയർ ബീന ഫിലിപ്പ് പങ്കെടുത്ത പരിപാടിയുടെ ഫോട്ടോകളും സംഘാടകർ പുറത്തുവിട്ടിട്ടുണ്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.